ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നോമ്പ് തുറയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ നോമ്പ് തുറക്കാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ഭയങ്കര കച്ചറയൊക്കെ എടുക്കണ് എൻ്റെ വീട്ടിലത്തെ ദിവാൻ. അപ്പോൾ ദിവാനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇന്ന് നോമ്പ് തുറക്കാനുള്ളതെന്ന് പറയുന്നത് അധികം ആയിട്ടില്ല. പേരയ്ക്ക, ആപ്പിള്, മുന്തിരി, പിന്നെ ഈത്തപ്പഴം ഞാൻ ഒരു ഇതിലാക്കി വെച്ചതാണ്. പിന്നെ വറവ് കാണിക്കാൻ മറന്നു പോയതാണ്. ഇനി നമുക്ക് സാപ്പിടാൻ എന്താ ഉള്ളത് നോക്കാമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിലാണ്, ഹോം മെയ്ഡ് ബിരിയാണിയാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ആയിരുന്നു, അത് കറിയാക്കി എന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. കറിയാക്കി പിന്നെ ഇത് അച്ചാർ ഇട്ടതാണ് കേട്ടോ, ഇന്നിട്ടതാണ്. പിന്നെ നോർമൽ തിളപ്പിച്ച വെള്ളമാണ്. പിന്നെ അറ്റത്ത് ഉപ്പിലിട്ട മാങ്ങരിക്കുണ്ടായി, ഞാൻ കാണിക്കാൻ മറന്നു. ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരാം. കാലത്ത് കുളിച്ചതാണ്, എന്നാലും ഇപ്പോഴൊന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാം. എന്തായാലും ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഞാൻ കുളിച്ചിട്ടില്ല വന്നിട്ട്, പക്ഷേ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ ബാക്കി വീഡിയോ എടുത്തിരിക്കണത്. അപ്പോൾ ഇനി മുഖത്തുള്ള കുറച്ച് അലങ്കോല പരിപാടി ചെയ്താലോ. ആദ്യം നമ്മൾ കാജൽ എഴുതി കേട്ടോ. ഇത് ഏതിൻ്റെ ആയിരുന്നോടാ, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ലിപ് ബാം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടി പോയിട്ട് ഷാൾ എടുത്തിട്ട് വന്നു കേട്ടോ, ഷാൾ ഇടാൻ. പിന്നെ ടൈം ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ടൈം ആയിട്ടുള്ളൂ നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇരിക്കുകയാണ്. അയ്യോ, ഞാൻ നോമ്പ് തുറക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങൾ പഴംപൊരി, ഉള്ളിവട, അത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ മാങ്ങ അവിടുന്ന് കൊണ്ടുവന്നു എനിക്കറിയില്ല. പിന്നെ നാരങ്ങ വെള്ളം, കസ്കസ് ഇട്ടുണ്ട് കേട്ടോ. പിന്നെ മാംഗോ ജ്യൂസ്, പിന്നെ നേരത്തെ കാണിച്ചു തന്നെ ഇട്ടപ്പഴം, പിന്നെ മുന്തിരി, ആപ്പിൾ, പേരയ്ക്ക, പിന്നെ അത് മറ്റേ ജ്യൂസ് മറ്റേ എന്നിട്ട് പറയുന്നതിന് എന്നിട്ട് സോസായിരുന്നു കേട്ടോ. ഇത്തിരി തണുത്തുള്ള ഉണ്ടായിരുന്നു ഒരു കുപ്പിയിൽ. അപ്പോൾ ഒക്കെ ഞാൻ എൻ്റെ മുന്നിൽ സെറ്റാക്കിയിട്ടോ. അതിൻ്റെ ഇത്തിരി അപ്പുറത്തായിട്ടാണ് ഞാൻ വെച്ചിരിക്കണത്. എല്ലാ പ്ലേറ്റിലൊക്കെ വെച്ച് അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നോട് എൻ്റെ മാമയും പിന്നെ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ നിന്നും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈത്തപ്പഴം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ മുന്തിരി കഴിച്ചതിൻ്റെ മുഖത്ത് റിയാക്ഷൻ കണ്ടാലേ അറിയാം. ആള് മുന്തിരിത്തൊരു സംഭവമാണ്. മുന്തിരിക്ക് കയ്പ്, പുളിയുണ്ട്, മധുരമുണ്ട്, അങ്ങനത്തെ ഒരു മുന്തിരിയാണ് കേട്ടത്. അതിന് ശേഷം ഞാൻ വെള്ളം കുടിച്ചു. പിന്നെ എന്നിട്ടായിരുന്നു ജ്യൂസ് കുടിച്ചു. പിന്നെ പഴംപൊരി കഴിച്ചപ്പോൾ എനിക്ക് വലിയ ഇത് തോന്നിയില്ല. ഞാൻ ഇത്രയും കൂടി കഴിച്ചപ്പോൾ കൈ അങ്ങോട്ട് പൊള്ളി. ഞാൻ പറഞ്ഞു കൊതി മുന്നേ കയ്യും പൊള്ളുന്നത്. അപ്പോൾ ഞാൻ നേരെ എനിക്ക് എടുത്തിട്ട് അതിനുശേഷം ഞാൻ ഒരു കോമ്പിനേഷൻ ആവാൻ വേണ്ടിയിട്ട് ആ പഴംപൊരി സോസിൽ മുക്കി വെച്ചു. എൻ്റെ മുഖത്തെ റിയാക്ഷൻ കണ്ടാലേ അറിയാമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.